വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജിയിൽ ഈ വീഡിയോ കൾട്ടിവേഷൻ ഓഫ് അനൈറോബ്സ് ആണ്. അനൈറോബിക് കൾച്ചർ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എയ്റോബിക് കൾച്ചർ മെത്തേഡ്സ് ആണ് പറഞ്ഞത്. സോ അനൈറോബിക് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ വേണ്ടാത്ത മൈക്രോ ഓർഗാനിസം ആണ്. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വളർച്ചയില്ലാത്തതോ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതോ ആയിട്ടുള്ള ബാക്ടീരിയകളാണ് നമ്മൾ അനൈറോബിക് ബാക്ടീരിയകൾ എന്ന് പറയാം. സോ ഇവയെ വളർത്തിയെടുക്കാനായിട്ട് കൾച്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഓക്സിജൻ ഇല്ലാത്ത ഒരു അന്തരീക്ഷമായിരിക്കും ഒരുക്കി കൊടുക്കേണ്ടത്. സോ ഓക്സിജൻ ഫ്രീ എൻവയോൺമെന്റ് ആയിട്ടുള്ള കൾച്ചറൽ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഒക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. സോ അനൈറോബ്സ് എക്സാമ്പിൾസ് രണ്ടുമൂന്നും പറയാം. എക്സാമ്പിൾസ് ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലോസ്ട്രിഡിയം സ്പീഷീസ് എല്ലാം തന്നെ അനൈറോബ്സ് ആണ്. ഉദാഹരണത്തിന് ഡിഫിഷെയിൽ ഉണ്ട്, ഡിഫിസൈൽ ക്ലോസ്ട്രിഡിയം, ദെൻ പെർഫ്രിഞ്ചൻസ് ഉണ്ട്, ദെൻ സെപ്റ്റിക്കം ടെറ്റനായ. സോ ഇതെല്ലാം അനൈറോബിക് ബാക്ടീരിയ ആണ്. ദെൻ ബാക്ടീരിയോയിഡ്സ് ഫ്രജിലിസ് ആണ് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ. വേറെ ഉണ്ട്. ദെൻ ലാക്ടോബാസില്ലസ് ഏതാണ്? ആസിഡോഫിലസ് അതൊരു അനൈറോബാണ്. ബൈഫിഡോബാക്ടീരിയം ബൈഫിഡം. സോ ഇത് അനൈറോബാണ്. ദെൻ ഫ്യൂസോബാക്ടീരിയം ഉണ്ട്, ഫ്യൂസോബാക്ടീരിയം ന്യൂക്ലിയേറ്റം. സോ ഇതെല്ലാമാണ് എക്സാമ്പിൾസ് ഓഫ് അനൈറോബ്സ് എന്ന് പറയും. ഇതിൽ ചിലതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അനൈറോബ്സ് ആണ്. സ്ട്രിക്റ്റ് ഓർ ഒബ്ലിഗേറ്റ് അനൈറോബ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ക്ലോസ്ട്രിഡിയം ടെറ്റനയൊക്കെ അങ്ങനത്തെ വരുന്നതാണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 2 millimeter ഓഫ് എച്ച് പ്രഷർ ഓഫ് ഓക്സിജനിലൊക്കെ വളരത്തുള്ളൂ. പക്ഷേ ചിലത് അത്യാവശ്യം കുറച്ച് വളർത്തിയെടുക്കാം ഓക്സിജൻ ഉണ്ടെങ്കിലും. അതിനെ നമ്മൾ എയ്റോ ടോളറന്റ് എന്ന് വിളിക്കും. ക്ലോസ്ട്രിഡിയത്തിൽ തന്നെ ഹിസ്റ്റോളിറ്റിക്കം ഒരു എയ്റോ ടോളറന്റ് ആണ്. സോ എനൈറോബ്സിൽ തന്നെ ഓക്സിജനോടുള്ള സെൻസിറ്റിവിറ്റിയിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്ന് ഓക്സിജൻ കുറയ്ക്കുക എന്നുള്ളതാണ്. റെഡ്യൂസ് ഓക്സിജൻ അല്ലെ, എവിടെ കുറയ്ക്കാം? ഒന്ന് കൾച്ചർ മീഡിയത്തിൽ തന്നെ നമുക്ക് കുറയ്ക്കാം. സോ റെഡ്യൂസ് ഓക്സിജൻ കണ്ടന്റ് ഇൻ ദ കൾച്ചർ മീഡിയം ഒരു മെത്തേഡാണ്. രണ്ട്, റിമൂവ് എനി ഓക്സിജൻ പ്രസന്റ് ഇൻസൈഡ് ദ സിസ്റ്റം അല്ല, റിമൂവ് ഓക്സിജൻ ഇൻ ദ സിസ്റ്റം. നമ്മൾ ആ ഇൻക്യുബേഷൻ ചെയ്യാനായിട്ട് വെക്കുന്ന ആ സ്ഥലത്ത് ഓക്സിജൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുക. ഒന്ന് ഓക്സിജൻ മാറ്റലാക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്യാസ് അതിന് പകരം ഫില്ല് ചെയ്യുക, റീപ്ലേസ് വിത്ത് അതർ ഗ്യാസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ നിറയ്ക്കാം, അല്ലെങ്കിൽ നൈട്രജൻ നിറയ്ക്കാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയൊക്കെ നിറയ്ക്കാം. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വിവിധ തരം മെത്തേഡ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ആ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് വാക്യൂം ആണ്. വാക്യൂം നമ്മൾ വെക്കുന്ന ഇൻക്യുബേഷൻ ചേമ്പറിനകത്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള. അപ്പോൾ എയർ മൊത്തം മാറും. സോ അപ്പോൾ നമുക്ക് വാക്യൂം ഡെസിക്കേറ്ററിൻ്റെ അകത്ത് നമുക്ക് കൾച്ചർ നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യാം. സോ ഇൻക്യുബേറ്റ് ഇൻ വാക്യൂത്തിനകത്ത് ഇൻക്യുബേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതാദ്യം നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം വാക്യൂം ഉപയോഗിക്കുമ്പോൾ പ്ലേറ്റിൽ നിന്ന് ആ മീഡിയ ചിലപ്പോൾ ഡിറ്റാച്ച് ചെയ്തു പോകാം. സോ മീഡിയ ഡിറ്റാച്ച് ചെയ്തു പോകാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് കൾച്ചർ ആണെങ്കിൽ വാക്യൂം ഉപയോഗിക്കുമ്പോൾ സ്പിൽ ഓവർ, അത് അവിടത്തേക്കൊക്കെ തെറിച്ചു പോവുകയോ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. സോ വാക്യൂം, പ്രൊഡക്ഷൻ ഓഫ് വാക്യൂം മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ മാറ്റുക. ഓക്സിജൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുക, പകരം മറ്റ് ഗ്യാസ് നിറക്കാൻ പറ്റുമെങ്കിൽ നിറയ്ക്കുക. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓക്സിജൻ വിത്ത് അതർ ഗ്യാസസ്, മറ്റ് ഗ്യാസ് വെച്ച് നിറയ്ക്കുക. ആൻഡ് ഇതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് കാൻഡിൽ ജാർ മെത്തേഡ് ആണ്. കാൻഡിൽ ജാർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. ഇൻക്യുബേറ്റിംഗ് ചേമ്പറിനകത്ത് ഒരു മെഴുകുതിരി കാൻഡിൽ അങ്ങോട്ട് കത്തിച്ച് വെക്കുക എന്നുള്ളതാണ്. സോ സിമ്പിൾ ഐഡിയ ആണ് കാൻഡിൽ ജാർ മെത്തേഡ്. അപ്പോൾ കത്താനായിട്ട് അതിനകത്ത് ഓക്സിജൻ വേണം. ഓക്സിജൻ തീർന്നു കഴിയുമ്പോഴത്തേക്കും മെഴുകുതിരി അങ്ങ് കിട്ടും. സോ ഓക്സിജൻ മൊത്തം മെഴുകുതിരി കത്തിച്ച്, മെഴുകുതിരി കിടുന്നതോടുകൂടി ഓക്സിജൻ തീർന്നാണ് അർത്ഥം. പക്ഷേ മൊത്തം ഓക്സിജൻ പോകുമോ എന്ന് പറഞ്ഞാൽ മൊത്തം ഓക്സിജൻ പോകണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നിറയുമ്പോൾ ചിലപ്പോൾ ചില ബാക്ടീരിയൽ ഗ്രോത്തിനെയൊക്കെ സ്റ്റിമുലേറ്റും ചെയ്തേക്കാം. എന്തായാലും നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് നിസീറിയ ഗൊണറിയെ എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ കൾച്ചർ മെത്തേഡായിട്ട് നമുക്ക് കാൻഡിൽ ജാർ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓക്സിജൻ വിത്ത് അതർ ഗ്യാസിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അനൈറോബിക് ചേമ്പർ ആണ്. അനൈറോബിക് ചേമ്പർ നമ്മൾ ഉപയോഗിക്കുകയാണ്. അനൈറോബിക് ചേമ്പർ എന്ന് പറഞ്ഞാൽ ഒരു അടച്ചു മൂടിയ ഒരു സംഭവമാണ്. ഒരു പ്ലാസ്റ്റിക് ചേമ്പർ ആണ് ഈ അനൈറോബിക് ചേമ്പർ എന്ന് പറയാം. സോ എയർ ലോക്ക്ഡ് ചേമ്പർ ആണ്. സോ ഇതിനകത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറാൻ പറ്റുന്നതാ. ഇവിടെ നമുക്കിങ്ങനെ രണ്ട് ഗ്ലൗസിന്റെ സംഭവങ്ങൾ അതിനകത്തിട്ടുണ്ടാവും. സോ ഇതിനകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൗസിലൂടെ അകത്തിട്ട് കയറ്റി കഴിഞ്ഞാൽ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് ഇതിനകത്ത് എയർ, നമുക്കൊരു വാക്യൂം പമ്പ്, ഇവിടെ ഒരു വാക്യൂം പമ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എയറിനെ നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നീക്കം ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു എ വാക്യൂം. ഇനി എയറിന് പകരം വേറെ എന്തെങ്കിലും കയറ്റണമെങ്കിൽ നമുക്ക് നൈട്രജനോ ഹൈഡ്രജനോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നിറക്കാനായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കാം. സോ ക്യാൻ ബി റീഫിൽഡ് വിത്ത് അതർ ഗ്യാസസ്. സോ വാക്യൂം ആക്കുകയും ചെയ്യാം, റീഫിൽഡ് വിത്ത് അതർ ഗ്യാസ് ആക്കുകയും. സോ ഇതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓക്സിജൻ വിത്ത് അതർ ഗ്യാസസ്. പക്ഷേ ഇത് ഒരു കെമിക്കൽ മെത്തേഡ് കൂടി ഇതിനകത്ത് അടുത്ത് ഞാൻ പറയുന്ന കെമിക്കൽ മെത്തേഡാണ്. സോ അത് ചെയ്യാനായിട്ട് ഒരു കെമിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ
ഇവിടെ ഒരു പലേഡിയം കാറ്റലിസ്റ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പലേഡിയം കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സോ ഹൈഡ്രജനും ഓക്സിജനും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഓക്സിജൻ കിടപ്പുണ്ടെങ്കിൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ചേർന്ന് വാട്ടറായിട്ട് ഓക്സിജൻ തീരും. സോ എല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനോക്കുലം ഓക്സിജൻ ഫ്രീ അറ്റ്മോസ്ഫിയറിൽ ഇൻക്യുബേറ്റ് ചെയ്യാം. സോ ഇത് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അനൈറോബിക് ചേംബർ. ഇനി മൂന്നാമത്തെ രീതി ചില കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഓക്സിജൻ മാറ്റുകയാണ്. സോ നമുക്കപ്പോൾ ഹെഡിങ് കെമിക്കൽ മെത്തേഡ്സ് എന്ന് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിവിധ എക്സാമ്പിൾസ് അല്ലെങ്കിൽ വിവിധ ഹെഡിങ്ങിൽ പലവിധ മെത്തേഡ് പറയാം. അതിൽ ഏറ്റവും ഫേമസ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് എന്ന് പറയുന്നത് മക്കിൻതോഷ് ആണ്. മക്കിൻതോഷ് ഫിൽഡേസ് FILDES ഫിൽഡേസ് അനൈറോബിക് ജാറാണ്. ഓക്കെ, അനൈറോബിക് നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ സംഭവം. സോ ഇതാണ് മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് അനൈറോബിയോസിസ്. അനൈറോബിക് കണ്ടീഷൻ ഉണ്ടാക്കാൻ ഏറ്റവും റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്, മക്കിൻതോഷ് ഫിൽഡേസ് ജാറാണ്. സോ ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനൊരു ഗ്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മെറ്റൽ, സോ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഗ്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെറ്റൽ കൊണ്ടുള്ള ഒരു ജാർ ഇതിനകത്തുണ്ട്. ആൻഡ് ഇതിനൊരു മെറ്റലിന്റെ ഒരു ലിഡ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു ലിഡ് ഉണ്ടെന്ന് വിചാരിക്കുക, മെറ്റലിന്റെ നടുവിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുക ലിഡ് ഉണ്ട്. ആൻഡ് ഈ ലിഡ് താഴത്തെ ചേമ്പറായിട്ട് ഇങ്ങനെ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും, സ്ക്രൂ ഒക്കെ വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എയർ ടൈറ്റ് ആക്കാം. ആൻഡ് ഈ ലിഡിനൊരു കണക്ഷൻ ഉള്ളത്, ഇങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത്, ഒരു ഗ്യാസ് ഇൻലെറ്റ് ഉണ്ട്, ഒരു ഗ്യാസ് ഔട്ട്ലെറ്റും ഉണ്ട്. ഗ്യാസ് ഇൻലെറ്റ് ആൻഡ് ഗ്യാസ് ഔട്ട്ലെറ്റ്. ആൻഡ് ലിഡിനകത്തേക്ക് പിന്നെ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രിക് സപ്ലൈയും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള ടെർമിനൽസും ഇവിടെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇതല്ലാതെ ഈ ലിഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ലിഡ് ഇപ്പോൾ ഇവിടം വരെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഈ ലിഡിന്റെ അടിയിൽ ഒരു ഗ്രൂ ഉണ്ട്. അണ്ടർ ദ ലിഡ് സ്മോൾ ഗ്രൂവിൽ ഇവിടെ നമ്മൾ പലേഡിയം കൊണ്ടുള്ള കാറ്റലിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, പലേഡിയം കാറ്റലിസ്റ്റ് ഉണ്ട്. സോ ലെയർ ഓഫ് പലേഡിയനൈസ്ഡ് ആസ്ബെസ്റ്റോസ് ആണ് നമ്മളിവിടെ വെക്കുക. ആൻഡ് ഇതാണ് അകത്ത് കെമിക്കൽ റിയാക്ഷൻ, ഓക്സിജൻ മാറ്റാനുള്ള കെമിക്കൽ റിയാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഈ പലേഡിയം കാറ്റലിസ്റ്റ്. ആൻഡ് ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ജാറിനകത്ത് ഇനോക്കുലേറ്റഡ് പ്ലേറ്റ്സോ, നമ്മൾ അവിടെ ഇങ്ങനെ ഇനോക്കുലേറ്റഡ് പ്ലേറ്റ്സോ ട്യൂബ്സോ, ട്യൂബ് ആണെങ്കിൽ ട്യൂബ്, പ്ലേറ്റ് ആണെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ടെസ്റ്റ് ട്യൂബ്, പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റ് നമ്മൾ അങ്ങനെ വെക്കുന്നു. ആൻഡ് എന്നിട്ട് ലിഡ് അങ്ങ് ക്ലോസ് ചെയ്യുക, അടയ്ക്കുക, ദെൻ ഇത് എയർ ടൈറ്റ് ആക്കുക. ദെൻ ഔട്ട്ലെറ്റിലൂടെ വാക്യൂം വെച്ചിട്ട് പമ്പ് എയർ പുറത്തേക്ക് കളയുക, അപ്പോൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നു. ദെൻ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുക, ഇൻലെറ്റ് വഴി നമുക്ക് ഹൈഡ്രജൻ, ഇൻലെറ്റ് വഴി ഇതിനകത്തേക്ക് ഹൈഡ്രജൻ അങ്ങ് നിറയ്ക്കുക. സോ ഇലക്ട്രിക് സപ്ലൈ എന്നിട്ട് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പലേഡിയം കാറ്റലിസ്റ്റ് വഴി ഹൈഡ്രജനും, ഇപ്പോൾ ബാക്കി കുറച്ച് ഓക്സിജൻ കിടപ്പുണ്ടാവും, ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറ്റാം. സോ ഹൈഡ്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യും. സോ ഈ ചിലപ്പോൾ പലേഡിയം കാറ്റലിസ്റ്റ് ഇങ്ങനെ ചൂടായിട്ട് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് തടയാനായിട്ട് നമ്മളിപ്പോൾ അലൂമിനിയം സംഭവത്തിന് പലേഡിയത്തിന്റെ മുകളിൽ ഒരു കോട്ട് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ വെക്കുക. സോ എനൈറോബിക് എൻവയോൺമെന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യാം. സോ ഇതാണ് വൈഡ്ലി യൂസ് മെത്തേഡ്, മക്കിൻതോഷ് ഫിൽഡേസ് ജാർ. ഇനി ഇതല്ലാതെ എനൈറോബിക് ജാർ ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഗ്യാസ് പാക്ക് ആണ്. ഗ്യാസ് പാക്ക് എന്ന് പറയുന്ന പരിപാടിയാണ്, ഡിസ്പോസിബിൾ ആണ്, ഡിസ്പോസിബിൾ എൻവലപ്പ് ആണ് സംഭവം. സോ ഇങ്ങനെയായിട്ട് ലഭ്യമാണ്. സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ എൻവലപ്പിൻ്റെ അകത്ത് ഒരു എൻവലപ്പ്, ജസ്റ്റ് ഒരു എൻവലപ്പ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ എൻവലപ്പിൻ്റെ അകത്ത് ചില കെമിക്കൽസ് ഉണ്ട്, അതിനകത്ത് ചില പെല്ലറ്റ്സ് ഉണ്ട്. ഈ പെല്ലറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണ്, സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉണ്ട്. ദെൻ കോബാൾട്ട് ക്ലോറൈഡ് ഇതിനകത്തുണ്ട്. ദെൻ സിട്രിക് ആസിഡ് ഇതിനകത്തുണ്ട്. ദെൻ ഓൾസോ സോഡിയം ബൈകാർബണേറ്റ്. സോ ഇങ്ങനെ 4 സംഭവങ്ങൾ ചേർന്ന പെല്ലറ്റ്സുകൾ ഇതിനകത്തുണ്ട്. ആൻഡ് ഈ പെല്ലറ്റ്സ് വെള്ളമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് വേണ്ടത് ഇനോക്കുലേറ്റഡ് പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ എടുത്ത് ഇനോക്കുലേറ്റ് ചെയ്യാനുള്ള പ്ലേറ്റ്സ് എടുത്ത് ഇതിനകത്തേക്ക് വെക്കുക, വാട്ടറിനകത്തേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ലിഡ് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കുക. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡും ഇതിനകത്ത് ലിബറേറ്റ് ചെയ്യും. സോ ഓക്സിജൻ ഇല്ലാത്ത ഒരു അനൈറോബിക് എൻവയോൺമെന്റ് ഇവിടെ കിട്ടും എന്നുള്ളത്. ഇനി ഇതിനകത്ത് അനൈറോബിക് കണ്ടീഷൻസ് ഉണ്ടായോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് റെഡ്യൂസ്ഡ് മെത്തിലിൻ ബ്ലൂ ആണ്. റെഡ്യൂസ്ഡ് മെത്തിലിൻ ബ്ലൂ നമ്മളൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൂ കളർ ആണെങ്കിൽ, ഇഫ് ദിസ് ഇസ് ബ്ലൂ ഇൻ കളർ ആണെങ്കിൽ ഓക്സിജൻ ഉണ്ട് എന്നാണ് അർത്ഥം. ആൻഡ് ഇഫ് ഇറ്റ് ബിക്കം കളർലെസ്, അത് കളർലെസ് ആകുകയാണെങ്കിൽ, കളർലെസ് മീൻസ് അനൈറോബിക് ആയി, ഓക്സിജൻ മൊത്തം തീർന്നു എന്നാണ് അർത്ഥം. സോ കാര്യങ്ങൾ സിമ്പിളാണ്. ഇനി ഇതല്ലാതെ മറ്റൊരു മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ആൽക്കലൈൻ പൈറോഗാലോൾ ആണ്. പൈറോഗാലോൾ എന്ന് പറയുന്ന മെത്തേഡാണ് ആൽക്കലൈൻ പൈറോഗാലോൾ മെത്തേഡ്. സോ ഇവിടെ ഇതിനകത്ത് പൈറോഗാലിക് ആസിഡ് ഉണ്ട്, പൈറോഗാലിക് ആസിഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH കൂടി ചേർന്നാണ്. സോ അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ആൽക്കലൈൻ പൈറോഗാലോൾ ഉണ്ടാകും. സോ ദിസ് വിൽ അബ്സോർബ്, ഓക്സിജനെ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ്. സോ കുറച്ച് കാർബൺ മോണോക്സൈഡ് കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഇത് ചില ബാക്ടീരിയ കൊല്ലാം. ദെൻ നാലാമത്തെ ഒരു കെമിക്കൽ മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോസെൻതാൽ മെത്തേഡാണ്. റോസെൻതാൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്, ക്രോമിയം പ്ലസ് സൾഫ്യൂരിക് ആസിഡ്
H2SO4 കൂടി നമ്മൾ ഉപയോഗിക്കുന്നു ആൻഡ് പ്ലസ് യെല്ലോ ഫോസ്ഫറസ് കൂടി ഉപയോഗിക്കുന്നു. സോ ഇതിൻ്റെയും പരിപാടി ഓക്സിജൻ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബൈ ദീസ് കെമിക്കൽ മെത്തേഡ്സ്, ഇതിനകത്തൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ഓക്സിജൻ അങ്ങോട്ട് റിമൂവ് ചെയ്യുക, അബ്സോർബ് ചെയ്ത് മാറ്റുക, ഡിസ്പ്ലേസ് ചെയ്യുക, വേറെ എന്തെങ്കിലും ഗ്യാസ് നിറയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊക്കെ ചെയ്യുക. ഇനി കെമിക്കലൊന്നും അല്ലാതെ ചില ബയോളജിക്കൽ മെത്തേഡിലൂടെ നമുക്ക് ഈ ഓക്സിജനൊക്കെ അങ്ങ് മാറ്റാം എന്നുള്ളതാണ്. സോ ഓക്സിജൻ അബ്സോർബ് ചെയ്യാനായിട്ട്. പക്ഷേ പ്രാക്ടിക്കലി അത്ര എഫിക്കസി ഒന്നുമില്ല, ഇൻഎഫക്റ്റീവ് ആണ് ഈ മെത്തേഡ്സ് എല്ലാം, അല്ലെങ്കിൽ സ്ലോ ആയിരിക്കും. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എയറോബിക് ബാക്ടീരിയ കൊണ്ട് നോക്കലാണ്. എയറോബിക് ബാക്ടീരിയ വെച്ച് കഴിയുമ്പോൾ ആ ബാക്ടീരിയ ഓക്സിജനൊക്കെ എടുത്തോളും. 2 ജെർമിനേറ്റിംഗ് സീഡ് എന്ന് വെച്ചാൽ സീഡ്സ് വയ്ക്കുക, അത് വളരുക എന്ന് വെച്ചാൽ ജെർമിനേറ്റ് ചെയ്യുക, എനിക്ക് മലയാളം ശരിക്കും കിട്ടുന്നില്ല. സോ അത് അതിൻ്റെ ഓക്സിജൻ എടുത്തോളും. ദെൻ ചില വെജിറ്റബിൾസ്, 3 വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ, ചോപ്ഡ് പീസസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ അതും കുറേയൊക്കെ ഓക്സിജൻ എടുക്കും. പക്ഷേ ഇതിനൊക്കെ സമയമെടുക്കും എന്നുള്ളതാണ്. നോട്ട് റിലയബിൾ. ഇതൊന്നും റിലയബിൾ മെത്തേഡ് അല്ല, ഈ ബയോളജിക്കൽ മെത്തേഡ്. ഇനി നമുക്ക് ചെയ്യാവുന്നത് പ്രീ റെഡ്യൂസ്ഡ് അനൈറോബിക് കൾച്ചർ മീഡിയ. സോ കൾച്ചർ മീഡിയ തന്നെ നമ്മൾ അനൈറോബിക് ഉപയോഗിക്കുക. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാം പ്രീ റെഡ്യൂസ്ഡ് കൾച്ചർ മീഡിയ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ലിക്വിഡ് കൾച്ചർ മീഡിയ, ഇപ്പോൾ ഉദാഹരണത്തിന് ലിക്വിഡായിട്ടുള്ള കൾച്ചർ മീഡിയ ആണെങ്കിൽ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങ് തിളപ്പിക്കുക. 10 മിനിറ്റ്സ് ബോയിൽ ചെയ്യുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജനൊക്കെ അങ്ങ് പുറത്തേക്ക് പോകും എന്നുള്ളത്. ആൻഡ് അതിനകത്തേക്ക് റെഡ്യൂസിങ് ഏജൻറ്റ്സ് അങ്ങ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് 1% ഗ്ലൂക്കോസ് നമുക്ക് ആഡ് ചെയ്യാം, 0.1% തയോഗ്ലൈക്കോളേറ്റ് നമുക്ക് ആഡ് ചെയ്യാം, ദെൻ 0.1% ascorbic acid ഓർ വൈറ്റമിൻ സി ആണ് ascorbic acid, അത് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ 0.05% സിസ്റ്റീൻ പോലുള്ളവ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കുറേ ഓക്സിജനൊക്കെ അങ്ങ് നശിച്ചോളും അല്ലെങ്കിൽ പൊക്കോളും. ഇനി ചില ഫ്രഷ് അനിമൽ ടിഷ്യൂസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഫ്രഷ് അനിമൽ ടിഷ്യൂസ്, ഇപ്പോൾ അങ്ങനെയുള്ള മീഡിയാസ്, ഇപ്പോൾ ഉദാഹരണത്തിന് സ്മിത്ത് നഗുച്ചി മീഡിയ. സോ ഇതിനകത്തൊക്കെ റാബിറ്റിൻ്റെ കിഡ്നി, സ്പ്ലീൻ, ടെസ്റ്റിസ്, ഹേർട്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചേർന്നാണ്. സോ ഇത് അനാറോബിക്കിൻ്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തോളും, ഇൻക്രീസ് ചെയ്തോളും. ഇപ്പോൾ തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ സോഡിയം തയോഗ്ലൈക്കോലേറ്റ് ആയിരിക്കും ഉപയോഗിക്കുക, റെഡ്യൂസിങ് ഏജൻറ്റ്, ഓക്സിജൻ മാറ്റാനായിട്ട് ഉപയോഗിക്കുക. ഇനി അതിനകത്ത് ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ കൂടി ഇടാവുന്നതാണ്. ഇൻഡിക്കേറ്റർ ഓക്സിജൻ ഇല്ലെങ്കിൽ റെഡ്യൂസ് സ്റ്റേറ്റ് ആവും, അപ്പോൾ ഇൻഡിക്കേറ്റർ കളർലെസ് ആവും. ഇപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിലോ, ഇഫ് ദർ ഈസ് പ്രസൻറ്റ്, ഓക്സിജൻ ഈസ് പ്രസൻറ്റ് ആണെങ്കിൽ, ഓക്സിഡൈസ് സ്റ്റേറ്റിലാണെങ്കിൽ മെത്തിലിൻ ബ്ലൂ ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ബ്ലൂ ആകും. വേറൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അതിൻ്റെ പേര് റിസാസുരിൻ ഡൈ എന്നാണ്, RESACURIN. റിസാസുരിൻ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിങ്ക് കളറാവും ഇഫ് ദർ ഈസ് ഓക്സിജൻ. ഇനി വേറൊരു മീഡിയ ആണ് റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് മീഡിയ എന്ന് പറയുന്ന മീഡിയം ഉപയോഗിക്കുകയാണ്. സോ ഇറ്റ്സ് ഒരു ഫ്ലൂയിഡ് മീഡിയമാണ് ആൻഡ് ഇതിനകത്ത് ഫാറ്റില്ലാത്ത ഫാറ്റ് ഫ്രീ മിൻസ്ഡ് എന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞാണ്, മിൻസ്ഡ് ആയിട്ടുള്ള കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇത് സ്ട്രിക്റ്റ് അനാറോബ്സിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് ഈ മിൻസ്ഡ് ആയിട്ടുള്ള കുക്ക്ഡ് മീറ്റ് ഭയങ്കരമായിട്ട് സഹായിക്കും. ഇനി നമ്മൾ മറ്റൊരു കൾച്ചർ പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ബ്രൂവർ, BREWER, ബ്രൂവർ അനൈറോബിക് കൾച്ചർ പ്ലേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇവിടെ ഇപ്പോൾ അനൈറോബിക് ജാറിൻ്റെ ഒന്നും ആവശ്യമില്ല പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. സോ ഇവിടെ കൾച്ചർ മീഡിയം സ്റ്റെറിലൈസ് ചെയ്യുന്നു, പെട്രി ഡിഷസിനകത്തേക്ക് ഒഴിക്കുന്നു. പെട്രി ഡിഷസിനകത്തേക്ക് കൾച്ചർ മീഡിയം സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് ഇനോക്കുലേറ്റ് ചെയ്യും. സോ ഈ പെട്രി ഡിഷിന് മുകളിലേക്ക്, ഇതൊരു പെട്രി ഡിഷ് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്രത്യേക ഒരു കവർ അങ്ങോട്ട് മുകളിലേക്ക് ഇടുക, ഒരു സ്പെഷ്യൽ പെട്രി ഡിഷ് കവർ ഉണ്ടാകും. സോ ഇത് ശരിക്കും അങ്ങോട്ട് അടഞ്ഞ് ഈ പെട്രി ഡിഷിന് അടഞ്ഞിരിക്കും എന്നുള്ളതാണ്. സോ മീഡിയത്തിലെ റെഡ്യൂസിങ് ഏജൻസ് മൂലം അനൈറോബിക് കണ്ടീഷൻസ് ഉണ്ടാകുകയും ചെയ്യും. ഇതിന്റെ കവറിനെ കുറിച്ച് പറഞ്ഞാൽ കവർ പ്രൊവൈഡഡ് വിത്ത് എ സർക്കുലർ റിഡ്ജ് ദാറ്റ് റെസ്റ്റ് ഓൺ ദ മീഡിയം എന്നാണ്. മീഡിയമായിട്ട് മുട്ടിയിരിക്കുന്ന ഒരു റിഡ്ജുകൾ ഉള്ള ഒരു പ്രത്യേക കവറാണ്. അപ്പോൾ നോ സ്പേസ് അബവ് ദ മീഡിയം. സ്പേസ് ഇല്ലെങ്കിൽ തന്നെ അവിടെ ഓക്സിജൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. സോ അങ്ങനെ നമുക്ക് അനൈറോബിക് കണ്ടീഷൻസ് ഉണ്ടാക്കാം. So that's all about anaerobic culture method. So thank you for watching.